Hey guys, welcome back to my YouTube channel. അപ്പോൾ ഗൈസ് ഇത് നമ്മളെ ലെക്സ് പ്ലേ സീരീസ് ലെക്സ് പ്ലേ വിത്ത് അൻബി ബ്രോ എന്ന് പറയുന്ന ലെക്സ് പ്ലേ സീരീസിൻ്റെ സീസൺ 1 എപ്പിസോഡ് 2 ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. എപ്പിസോഡ് 1 കാണാത്തവരാണെങ്കിൽ എപ്പിസോഡ് 1 കണ്ടിട്ട് തന്നെ ഈ എപ്പിസോഡ് 2 കാണുക ഗൈസ്. അത്രയും കിടിലായിരുന്നു ഈ എപ്പിസോഡ് 1. ഓക്കെ ഗൈസ്, നമുക്ക് ഒട്ടും പറഞ്ഞ സമയം കഴിക്കാൻ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗായ്സ്, നമുക്ക് തുടങ്ങാം. നമ്മൾ ഇന്നലെ എന്തൊക്കെയായിരുന്നു? ഇപ്പോൾ രാത്രിയാണോ രാവിലെയാണോ? ഓക്കെ ഗൈസ്, രാവിലെയാണ്, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഓക്കെ ഗൈസ്, നമ്മളിതാ ഈ കേവിലായിരുന്നു ഗൈസ്. നമ്മൾ ഈ സോംബീസ് മോണ്ടറിൻ്റെ ഒരു വീട് വെച്ചിട്ടായിരുന്നു ഗൈസ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരുന്നത്. ഓക്കെ, ഇങ്ങ് പൊട്ടിച്ചോളാം. അടേക്കടാ, ഇതൊരു ശല്യമാണല്ലേ ഗൈസ്. എന്തൊക്കെയാണ്, നമുക്ക് എല്ലാത്തിനെയും കൊല്ലണം. കാരണം നമുക്ക് ഇന്നത്തെ നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഗൈസ് കുറച്ച് റിസോഴ്സൊക്കെ വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡയമണ്ട്, അയണ്, ഗോൾഡ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ തന്നെ ഗൈസ് നമ്മളെ കയ്യിലാകെ എത്ര അയണുണ്ട്? ഇപ്പം ആകെ 3 അയണേ ഉള്ളൂ ഗൈസ്. നമുക്ക് ആ 3 അയൺ വെച്ച് ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഷീൽഡ്. നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്കൊരു ഷീൽഡ് ആവശ്യമുണ്ട് ഗൈസ്. നമുക്കൊരു ഷീൽഡ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ബാക്കി വെച്ചൊന്നും തികയൂല ഗൈസ്. ആകെ ഇത്ര വുഡേ ഉള്ള. നമുക്ക് വേറൊരു പരിപാടിയും കൂടെ ചെയ്യണം. നമുക്ക് കുറച്ചും കൂടെ വുഡ് കൂടുതൽ കളക്ട് ചെയ്യണം ഗൈസ്. കാരണം വുഡ് നമുക്ക് ഒട്ടും അങ്ങനെ ഇനിയിപ്പോൾ ഇല്ല. നമുക്ക് ഈ ബാക്കി വരുന്ന വുഡൊക്കെ ശേഖരിച്ച് വയ്ക്കാം. നമുക്കിപ്പം നമുക്ക് ഇത്രയും മതി. നമുക്ക് ഈ അയണം കൂടെ അങ്ങ് വെച്ചേക്കാം ഗൈസ്. നമുക്കിനി രാത്രിയായ അപ്പോഴേയും കിടന്നുറങ്ങാം. രാത്രി ആയില്ലേ? ഇതെന്തോടാ? നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു കുഞ്ഞൊരു ഫാം ഉണ്ടാക്കാം, സോംബി ഫാം. കാരണം ഇവന്മാരിവിടെ വന്നേക്കുമ്പോൾ നമുക്ക് അടിച്ചാൽ കൊല്ലാം. നമുക്കിനി എന്താണ് വേണ്ടത്? ഇനി നമുക്ക് കുറച്ച് സ്റ്റിക്കും പിന്നെ കുറച്ച് വുഡും കൂടെ വെച്ചിട്ട് നമുക്കൊരു ആക്സ് അങ്ങ് ഉണ്ടാക്കാം. വുഡ് വേണ്ടല്ലേ, നമുക്ക് സ്റ്റോൺ ഉണ്ട്. സ്റ്റോണിൻ്റെ ആക്സ് നമ്മളൊരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് എന്നാലും നമുക്ക് എല്ലാം എടുക്കാനുള്ളതാണ്. ഓക്കെ, സെറ്റായി. ഇപ്പം രാത്രി ഇനി നമുക്ക് കിടന്നുറങ്ങാം. ഓക്കെ ഗായ്സ്, അങ്ങനെ രാവിലെയായി. നമുക്ക് ഫസ്റ്റത്തെ പരിപാടിയൊക്കെ മരം വെട്ടാൻ പോവുകയാണ്. നമുക്ക് മരം വെട്ടാൻ പോകുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോറൊക്കെ ചെയ്യാൻ പോവാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗായ്സ്, നമുക്കിനി ധൈര്യത്തോടെ ഇറങ്ങാം. കാരണം രാവിലെയാണ്. ഒരു പേടിക്കേണ്ടത് ഇവിടുന്ന് ഇവന്മാർ വരുന്നതാണ് ഗൈസ്. നമുക്ക് പേടിക്കേണ്ടത്. കഴിഞ്ഞ കളിയിൽ ഈ സോംബി സ്പോണറൊക്കെ നമ്മളെല്ലാത്തിനെയും തീർത്തിട്ടുണ്ടായി. അത്രേ ഉള്ളൂ ഗൈസ്. നമുക്കിനി ഇതിൻ്റെ മണ്ട വഴി കയറണോ? നമുക്ക് ഇതിൻ്റെ മണ്ട വഴി കയറാം. കുറച്ച് ടാസ്ക്കാണ് ഗൈസ്. നമുക്കിനിയിപ്പോൾ ഈ വെള്ളം ഉണ്ടായാൽ നമുക്ക് കുഴപ്പമൊന്നും പേടിക്കണ്ട. മാത്രമല്ല എനിക്ക് എൻ്റെ പ്ലാൻ ഈ കേവിൽ തന്നെ സെറ്റിലാവാനാണ്. പിന്നെ ഈ സംഭവം ഈ വുഡ് എടുക്കുന്ന നേരത്തോണ്ട് നമുക്ക് കുറച്ച് ഫുഡും കൂടെ കൊണ്ടുപോകണം. നമുക്ക് ഒരുപാട് വുഡ് ആവശ്യം വരും. അപ്പോൾ ഞാൻ ഈ വുഡ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ കുറച്ച് വുഡ് കളക്ട് ചെയ്യുന്നത് 44 വുഡ്. നമുക്കിനി അത് കൊണ്ടുപോയി വെക്കാം ഗൈസ്. ഇത് നമ്മളെ വീടൊന്നും ഗൈസ്, ഒരു അയൺ ഇപ്പോഴാണ് കാണുന്നത് ഗൈസ്. ഇതൊന്നും അല്ല ഗൈസ് നമ്മളെ മെയിൻ വീട്. നമുക്കിനി ഓരോ എപ്പിസോഡ് പോകെ നമ്മൾ ഇവിടുന്ന് കുറേ ഡയമണ്ട്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഡയമണ്ട്സും അയണൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോകാം ഗൈസ്. ഓക്കെ, അതൊക്കെയാണ് നമ്മളെ പ്ലാൻ. നമുക്ക് ഇന്നത്തെ പ്ലാൻ ഇതൊക്കെയാണ്. നമ്മളെ കേവ് ഇറങ്ങി കേവൊക്കെ ഒന്ന് ലൈറ്റപ്പ് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് അയണായാലും അതെങ്കിലും എടുത്തിട്ട് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. നമുക്കിനി കിട്ടിയ സംഭവങ്ങളൊക്കെ വെക്കാം. ആപ്പിളൊക്കെ കയ്യിരിക്കട്ട്. നമുക്ക് ഈ അയൺ വെച്ചിട്ട് 3 അയൺ ഉണ്ട്. നമുക്ക് അത് വെച്ചിട്ട് നമുക്കൊരു അയൺ പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ നമുക്കിനി ബാക്കിയുള്ള ഇവിടെ നിന്നുള്ള അയണും കൂടെ അങ്ങ് എടുത്തിട്ട് നമുക്കൊരു അയൺ പിക്കാക്സ് ഉണ്ടാക്കാനുള്ള ലോഗ് നമ്മളില്ലേ, ഉണ്ടാക്കാം.
ഓക്കെ, നമ്മളങ്ങനെ അയൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതൊക്കെ ഇവിടെ ഓക്കെ. നമുക്കിനി ഇവിടെ ഒരു കൃഷിയും കൂടെ നടത്തണം എന്നുള്ളൊരു പ്ലാനുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഇവിടെ മൊത്തം ഇതല്ലേ ഗൈസ്, നമ്മുടെ സ്റ്റോണ്. നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഫാമും തുടങ്ങാം. നമുക്ക് പിന്നെ കോപ്പറൊക്കെ കളക്ട് ചെയ്ത് വയ്ക്കാം. കാരണം ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഈ മൈൻക്രാഫ്റ്റ് അപ്ഡേറ്റിൽ കോപ്പർ ടൂൾസും കോപ്പർ ആർമറൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് കോപ്പർ ആർമർ നന്നായിട്ടുണ്ടെങ്കിൽ പോയേക്കാം. ഇത്രയൊക്കെ മതി, 21 ധാരാളം. നമുക്കിനി ഇതെല്ലാം നമുക്ക് ഫസ്റ്റ് ഫുഡൊക്കെ സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ടുള്ള പ്ലാൻ ചെയ്യാം. നമുക്ക് ആപ്പിളും ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ, പിക്കേക്സ് കയ്യിലിരിക്കട്ടെ, റോട്ടൻ ഫ്ലഷ് ഇവിടെ, സ്റ്റിക്ക് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം വേവട്ടെ. കുറച്ച് ഇട്ടെടുക്കാം. ഓക്കെ, നമുക്കിനി അതും കൂടെ വയ്ക്കാം. നമുക്ക് ഈ കോപ്പർ ആർമറും കോപ്പർ ടൂൾസൊക്കെ വലിയ ഇതൊന്നും ഇല്ല, അയണ്ട അത്രയൊന്നും വരില്ല. എന്തൊക്കെയായാലും ഇതിനെക്കാട്ടി എൻഡർമാനാണ്. എന്തൊക്കെയായാലും നമ്മൾ ഈ സ്റ്റോണിനെക്കാട്ടി നല്ലതായിരിക്കും ഗൈസ്. അപ്പം അതല്ലേ കുറച്ചും കൂടെ നല്ലത്. നമുക്ക് ഫുൾ ആർമറൊക്കെ ആയിട്ട് പോവാം. ഓക്കെ, ഇനി നമുക്ക് കോപ്പർ വയ്ക്കാം. നമ്മൾ കോളൊന്നും ഇല്ലേ, നമുക്ക് ഈ ഡോറും കൂടെ കത്തിക്കാൻ വയ്ക്കാം. ചുമ്മാ എന്തെങ്കിലും അത്ര ലോഗ് കളയുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ കോപ്പർ. നമുക്ക് കുറേ കോപ്പർ ടൂൾസൊക്കെ വേണ്ടി വരും ഗൈസ്, കാരണം നമ്മൾ കേവിലോട്ടൊക്കെ ഇറങ്ങില്ലേ ഗൈസ്. എൻ്റെ ഈ കോപ്പർ ആർമറും എല്ലാം ആയിട്ട് നമുക്ക് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അതെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. പക്ഷേ കുഴപ്പമുണ്ട് ഗൈസ്, നമുക്ക് ഫുൾ ആർമറൊന്നും ഉണ്ടാക്കാനുള്ള കോപ്പർ ഇല്ല ഗൈസ്. കാരണം നമ്മൾ ഗൈസ് ഒരു ആക്സ്, ഒരു സോഡ്, ഒരു പിക്കാക്സ് ഉണ്ടാക്കിയപ്പോഴേക്കും തീർന്ന ഗൈസ് പകുതിയും. മഴയാണല്ലോ, നമുക്ക് കിടന്നുറങ്ങാം ഗൈസ്. നമുക്ക് നാളെ രാവിലെ നേരെ കേവിലോട്ട് പോവാം. ഓക്കെ, മഴയാണല്ലോ, അത് ചെറിയൊരു കുഴപ്പമാണ്. എന്തൊക്കെയായാലും നമുക്ക് സൂക്ഷിച്ചോ. ഒരു കാര്യം എടുക്കാൻ മറന്നുപോയി. ഫസ്റ്റ് തന്നെ നമുക്ക് ബെഡ് കൊണ്ടുപോകണം. പിന്നെ നമുക്ക് നമ്മളെ ഫർണസ് സൈൻ കിട്ടുവാണെങ്കിൽ അവിടെ സ്മെൽറ്റ് ചെയ്യാൻ. പിന്നെ നമുക്ക് നമ്മളെ ഇവിടെ എന്തുവരുന്ന ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ, നമുക്കൊന്ന് ഇറങ്ങാം ഗൈസ്, ഒന്നും നോക്കണ്ട. ഓ നോ, ഈ സ്കെൽറ്റൻസ് ആണ് ഈ പ്രശ്നം. ഇവന്മാര് പിന്നെ ഭയങ്കര സീൻ. അമ്പ് കിട്ടുക ചാവടാ, ഓടിക്കോ. ഓക്കെ, ഇവനെ കൊല്ലണെങ്കിൽ പിന്നെ ഇവൻ പണിയാ. ക്രീപ്പർ ഒന്നൊന്ന് പൊട്ട്. ഇവിടെ നിന്ന് ചാടിയാലോ ഗൈസ്, ചാടിക്കോ. ക്യാമറ അവിടെ അടിയൂടോ. മണ്ടേ അയണുണ്ട് ഗൈസ്, ഓർത്ത് വെച്ചാൽ മണ്ടേ ഒരു അയണുണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാം കുറച്ചേരം ഫുഡൊക്കെ. ഓക്കെ, അവൻ അവിടെ തന്നെ ഉണ്ട്. നമുക്ക് നേരെ പോയി അങ്ങ് ബിൽഡ് ചെയ്താൽ അയണങ്ങ് എടുത്താലാ. ലെറ്റ്സ് ഗോ. ഓടിക്കോ. ചന്തിക്ക് വെടി വയ്ക്കുന്ന. ഓക്കെ, നമുക്കത് റോട്ടം ഫ്ലഷ് എവിടെയായിരുന്നു? ഇവിടെ അതയനാണോ? അതും അയനാന്ന് തോന്നുന്നു. ഇത്ര അയൻ കുറച്ച് താഴെയൊക്കെ പോയിട്ടുണ്ട്. അന്ന് നമുക്ക് താഴെ ഇറങ്ങിയെടുക്കാം.
കേസ് നമ്മൾ വിചാരിച്ച കണക്കല്ല കേസ്, ഇവിടെ അത്യാവശ്യം അയണൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവന്മാർ മണ്ടയിൽ നിന്ന് വെടിവെച്ചുള്ളൊരു കുഴപ്പമുള്ളൂ കേസിന്. കോപ്പറും കൂടെ എടുത്തേക്കാം, എപ്പോഴും ആവശ്യം വരുന്നതാണെന്ന് പറയാൻ പറ്റും. ആവശ്യം വീണ്ടും ഒരായ വേഗം എടുത്തോ, എല്ലാം എടുത്തോ. ഓക്കെ, നമുക്കിവിടെ നൈസിനങ്ങ് ചെറുതായിട്ടങ്ങ് ബിൽഡ് ചെയ്യാം, കാരണം അവന്മാർ ശല്യപ്പെടുത്തും. ഇനി ഇതെല്ലാം അങ്ങ് എടുക്കാം. ഓ ഗൈസ്, അത്യാവശ്യത്തിന് ഒരുപാടുണ്ട് ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇവന്മാർ പ്രശ്നം ഉണ്ടാക്കുമെന്ന്. ഓക്കെ, നല്ലതായി, കുഴപ്പമില്ല. നമുക്ക് ഇവനൊക്കെ ഈസി ആയിട്ടോ അല്ല. ഓനോ എന്താ കേശവ, അവന് പേടി, അവന് പേടി. അടി കാണാൻ പറ്റും. സോംബി ജയിച്ചു ഗൈസ്. ഇതൊക്കെ എന്ത് ചാവടാ, കുറച്ച് അയൺ എടുക്കാൻ പോലും ഞാൻ സമ്മതിക്കൂലേ. ഇവിടെ വേറെ ഏതൊരു അയൺ കണ്ടായിരുന്നല്ലേ. ആണോ ഇങ്ങോട്ട് ക്രീപ്പറാണോ? അല്ല, ആൻഡറിങ് ഡൈഡർ. ഇതെല്ലാം അങ്ങ് ഇടുക ഗൈസ്, നമുക്ക് നല്ല ആവശ്യം വരും അയൺ. നമ്മൾ എത്രയൊക്കെ ഗെയിം ഇതായാലും ഡയമണ്ട് കിട്ടിയാലും നമുക്ക് എന്തൊക്കെയായാലും ആവശ്യം വരാൻ പോകുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇതായി ആദ്യം പമ്പ് കിട്ടില്ലേ. നമുക്കതൊക്കെ വിടാം, നമുക്ക് നമ്മളെ പണി നോക്കാം. അയ്യോ, ഇതിൻ്റെ സൗണ്ടായിരുന്നു വേറെ. ഈ അയൺ, എത്ര അയണിത്? എന്തൊക്കെയാണ് നമ്മൾ കേവി ഇറങ്ങിയത് നല്ല ഫലമായി ഗൈസ്. ഞാൻ ഇന്ന് വിചാരിച്ചത് ഒരു അയൺ പോലും കിട്ടാതെ നമ്മൾ കേവി തന്നെ ഇരുന്ന് ചാവുമെന്നായിരുന്നു ഗൈസ്. പക്ഷെ ഗൈസ് നമുക്ക് സെറ്റായി ഗൈസ്. അമ്മേ ഇതൊരു പൊട്ട്. അയ്യോ, ഞാൻ ക്രൗച്ച് ചെയ്യാൻ മറന്നുപോയി. അയ്യോ, നല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഒരു ഹാർട്ട്. ചത്തിരുന്നെങ്കിൽ നമ്മൾ പഴയ സ്ഥലത്ത് പോയേനെ ഗൈസ്, കാരണം ബെഡ് പൊട്ടിച്ചിട്ടില്ലേ ഇന്ന്. എന്തൊക്കെ അവസ്ഥ. ഒരു വലിയ മൈൻ ഷാഫ്റ്റ്. ഓക്കെ, മച്ചമ്പി ഇങ്ങോട്ട് നിന്നേ നീ. അത്രേ ഉള്ളു കേട്ടോ. ചത്തു. നമുക്കിനി ഈ കോളം കൂടെ എടുത്തേക്കാം, കാരണം നമുക്ക് അയണൊക്കെ സ്മെൽറ്റ് ചെയ്യാൻ കോളം നല്ല ആവശ്യമാണ്. ഓനോ ഒരു കാര്യം ഗൈസ്, നമുക്ക് സേഫായിട്ട് കളിക്കാം. അമ്മമാര് നമ്മളെ ജീവിക്കാൻ വിടൂല. റീസ്പോൺ സെറ്റാക്കാം. പിന്നെ നമ്മളെ അന്ന് ജനിച്ച് അവിടെ നിന്ന് തൊട്ട് തുടങ്ങേണ്ടി വരും നമുക്ക് ഇവിടുന്ന്. ഇനി നമുക്ക് സമാനത്തോടെ ലൂട്ടടിക്കാം. ഇനി നമുക്ക് കോപ്പറൊന്നും വേണ്ട ഗൈസ്. ഇപ്പം തന്നെ എനിക്ക് വന്ന് ഫുൾ അയൺ ആർമറാവളായും കിട്ടിക്കഴിഞ്ഞ്. 30 കണ്ടില്ലേ, 30 ഓക്കെ, നമ്മളങ്ങനെ കേവി വന്നത് നമ്മൾ സക്സസ് ആയിട്ടുണ്ട്. ഒന്നും പേടിക്കണ്ട, നമ്മൾ ഭയങ്കര സക്സസ് ആയിട്ടൊക്കെയാണ് തിരിച്ചു പോണത്. നമുക്ക് ആ മൈൻ ഷാഫ്റ്റിനും കൂടെ ഒന്ന് കയറിയല്ല ഗൈസ്. അത്യാഗ്രഹം ആവുമോ? ഇതൊക്കെ നമുക്ക് കയറി നോക്കാം. അടുത്തൊരു മൈൻ ഷാഫ്റ്റൊക്കെ ഉള്ളതല്ലേ. നോ ഗൈസ്, ഫുഡില്ല. ഇതാണ് പറയുന്നത്, ഫുഡ് കൊണ്ടുവരണം. നമുക്ക് ഈ അയൺ ഇവിടെ വെച്ച് തന്നെ സ്മെൽറ്റ് ചെയ്യണം. വേണ്ട, വീട്ടിൽ ചെന്നിട്ട് നമ്മൾ സമാധാനത്തോടെ ചെയ്യാം. നമ്മളിനി എങ്ങനെ ഇവിടുന്ന് വെളിയിൽ ഇറങ്ങും? പക്ഷെ വെളിയല്ല, താഴെ എങ്ങനെ നമ്മൾ ഇറങ്ങും? ഇവരൊക്കെ ഇവിടുന്നാണ് വെടിവെക്കുന്നത്. അതുകൊണ്ടൊരുത്തൻ ഈ സ്കെൽട്ടൻസ് ആണ് ഗൈസ് പ്രശ്നം. അവന്മാർ നമ്മളെ സമ്മതിക്കൂല. അവന്മാർ ഈ ടോർച്ച്
നമുക്ക് നേരെ അങ്ങ് പോയാൽ നമുക്ക് ആ മൈൻ ഷാഫ്റ്റിൻ്റെ അടുത്തോട്ടങ്ങ് പോവാം. നമുക്ക് ഇവിടെ അങ്ങ് ഒരു വഴി ഉണ്ടാക്കാം. ഓനോ ഓനോ നല്ലത്. വാവ് ഗൈസ്, നല്ലത്. നമ്മളെ ഗെയിമിലെ ഫസ്റ്റത്തെ ഡെത്ത് ഗൈസ്. ഞാൻ അതെല്ലാം പോയി എടുക്കട്ടെ. അയ്യോ എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ എങ്ങനെയാണ് ഞാൻ ഇവിടം വരെ എത്തിയെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഈ പന്ന സ്കെൽറ്റന്മാരാണ് ഗൈസ് നമ്മളെ കൊന്നത്. എന്തൊക്കെയായാലും നമ്മൾ ഒരു കുഴപ്പമില്ല. ഞാൻ ഇവിടുന്ന് ഒറ്റ ചാട്ടം ഗൈസ്. എൻ്റെ പൊന്നു ചാടി എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് ചിലതൊക്കെ കളഞ്ഞൊരു ഡൗട്ടൊക്കെ ഉണ്ട്. ഞാൻ ഇവന്മാർ അടിച്ചടിച്ച് ഇവന്മാർ വരുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനൊരു സ്പോട്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി അങ്ങ് എടുത്ത് പെട്ടെന്ന്. ഇവന്മാർ പിന്നെ വരുന്ന ഒരു കേസ് അവിടെ ഒരു അയ്യനും കൂടെ കണ്ടായിരുന്നു. ഈ കുറച്ച് കൂടുതൽ അയൺ അവിടെ ഉണ്ട്. വാടാ, നീ ഇങ്ങോട്ട് വാ 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 അത്രേ ഉള്ളൂ. നീ വാ. ഓനോ ഇതിനെ കൊന്നില്ലെങ്കിൽ കൈസ് നമുക്ക് നല്ല പണി കിട്ടും. ഇവിടെ എങ്ങണ്ട് താണ്ട് ആരും ഇല്ലല്ലോ അല്ലേ? എൻ്റെ പോന്നെ ഞാൻ വിചാരിച്ച് നിർത്തി പോകണം എഴുതുന്നുണ്ട്. കാരണം ഞാൻ എത്ര വട്ടം ചത്തെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. കാരണം ഞാൻ ചാവുന്നത് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ റെക്കോർഡ് പെട്ടെന്ന് അങ്ങ് ഓഫ് ചെയ്തത്. അയ്യോ ഓക്കെ, എനിക്ക് അയൺ എല്ലാം വേണം. ആ മൈൻ ഷാഫ്റ്റിലോട്ടൊന്ന് കയറാൻ പോലും പറ്റിയില്ല ഗൈസ്. ചുമ്മാ അങ്ങ് ആർക്കും എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു. അവിടെയല്ലേ മണ്ടയോട്ടല്ലേ മൈൻ ഷാഫ്റ്റ്. അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് ബിൽഡപ്പ് ചെയ്യാം. അതൊരു സ്കെൽട്ടൺ അല്ലേ? എടാ ഇവന്മാർ ചത്തില്ലേ? ചാവടാ. ഞങ്ങൾക്ക് അങ്ങോട്ട് കയറേണ്ടി വരും. ഇനി ബിൽഡിംഗ് ബ്ലോക്കൊന്നും ഇല്ലേ? അല്ലെങ്കിൽ നമ്മളെ ആവശ്യത്തിന് കാണും. ആവശ്യമുള്ളപ്പം ഒന്നും കാണൂല. അയ്യോ ഇതോ സോംബി. വീണ്ടും താങ്ക് യു സോംബി. അയം കിട്ടി. സോംബി അല്ല, ക്രീപ്പർ അത് പൊട്ടിത്തെറിച്ച് ആ സ്ഥലത്ത് മൊത്തം അയത്തി. നമുക്ക് ക്രീപ്പർ കാണിച്ചു തന്നാണ് ഗൈസ്. ബ്രോ ഇവിടെ ഒരു അയണുണ്ട് ബ്രോ വന്നെടുത്തോ. ഇപ്പോഴത്തെ ക്രീപ്പറിൻ്റെ ഒക്കെ ഒരു മനസ്സേ എന്ത് പറയാനാ. നീ എവിടെ വന്ന മരഭൂതമേ? അത്രേ ഉള്ളൂ. ഇതിന് തെറുപ്പാടെ തെറിച്ചു. എന്താ കേശവ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ഞങ്ങൾ നിക്കാൻ മാറി. എവിടുന്നായി വരും? പ്ലീസ് 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 ചാവല്ലേ. ചാടിയങ്ങനെ വരുമോ? നമുക്ക് വേണ്ടപ്പെട്ട സാധനം. എൻ്റെ പൊന്നെ വച്ചാനെ ആവശ്യമുള്ള കിട്ടി. ഇങ്ങോട്ടങ്ങ് മൂടണോ? വേണ്ട, എന്നോട് വന്ന വഴി എങ്ങാനും പിന്നെ മറന്നുപോയി കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടിയോ? നെയിം ടാഗ് കിട്ടി ഗൈസ്. ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങനെ വരട്ടെ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഗൈസ് വേണ്ടത്. ഇത് വേറൊന്നും കിട്ടിയില്ലേ? അഭിനയിച്ച് നമുക്ക് കുറേ ടോർച്ച് കിട്ടി. അതും നല്ല കാര്യം. കാരണം നമ്മൾ ടോർച്ചിന് തീരാൻ പോവുകയായിരുന്നു. അയൺ. ഗോയ്സ്, നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഗൈസ് നമ്മൾ ഫുള്ള് ലൂട്ടലാണ്.
ഒന്നുകൊണ്ടും പേടിക്കണോ. ഇതാണ് ഗൈസ് പറയാം. നമ്മൾ അയം കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അയം കിട്ടി കുറച്ചും കൂടെ സ്ഥലത്തോടൊന്ന് കുടിച്ചു നോക്കണം ഗൈസ്. അപ്പം നമുക്ക് അവിടെ കുറേ കിട്ടും. തീർന്നാ അതിലും ഉണ്ടാ? ഇല്ല ഗൈസ്. അടുത്തത് ഈ ചെസ്റ്റിൻ്റെ ഗുണമെന്ന് ഗൈസ് നമുക്ക് ഒരുപാട് ലൂട്ട് കിട്ടും. കണ്ട ഗ്ലോബറീസ് കുറേ സാധനങ്ങൾ കിട്ടി ഗൈസ്. ഇന്നത്തെ എപ്പിസോഡ് എത്രയും കിട്ടി? 52 ഗൈസ്. ഇത് മതി ഫുൾ ആർമറിന്. ഫുൾ ആർമറും ഫുൾ ടൂൾസും. ഇവിടേക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇത് വെച്ചേക്കാം. ഇതൊക്കെയാണ് നമ്മൾ കിട്ടിയ സാധനങ്ങൾ നമ്മൾ പാഴാക്കില്ല. നമുക്ക് മാക്സിമം എല്ലാം നമുക്ക് ഊറ്റിക്കൊണ്ട് പോകണം. കാരണം നമ്മൾ ഈ വില്ലേജ് ബ്രീഡറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിന് ആവശ്യം അടുത്ത അയൺ. അയനെക്കൊണ്ട് ഇപ്പോൾ ഒരു ശല്യമായല്ലോ ഗൈസ്. കേവാ ട്രാപ്പായിരിക്കും. നമ്മൾ വീഴൊന്നും പറഞ്ഞ് വെച്ചായിരിക്കും. ഇങ്ങോട്ടും കൂടെ ഒന്ന് കയറി നോക്കിയാലോ. ഇവിടെ വല്ല ഇത് മൈൻ ഷാഫ്റ്റാ. അയ്യോ ഗ്രാവിറ്റി ബ്ലോക്കാന്ന് ഞാൻ ഒരു നിമിഷം മറന്നുപോയി. ഇറങ്ങിയാൽ നമുക്കൊരു സ്റ്റെപ്പ് അങ്ങ് ഉണ്ടാക്കാം. ഇനി നിങ്ങൾ തിരിച്ചു വരുന്ന വഴി മറന്നു പോയി. നമുക്ക് വരുന്ന വഴി മൊത്തം ടോർച്ചങ്ങ് വെച്ചാൽ പോരെ. ഇവിടെ ഒരു ടോർച്ച്, ഇവിടെ ഒരു ടോർച്ച്. സോംബികളൊക്കെ വലിയ കുഴപ്പമില്ല. ഈ ക്രീപ്പർ പിന്നെ സ്കെൽട്ടൻസ് ഒന്മാരാണ് പ്രശ്നം. അടുത്തായി എന്തൊക്കെയായാലും ഒരു നല്ല വലിയൊരു മൈൻ ഷാഫ്റ്റ് ആയിരുന്നു. ഒരുപാട് ലൂട്ടൊക്കെ കിട്ടി. നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് ചത്ത് കഴിച്ചു നമ്മളെ സീരീസിൽ. നമ്മൾ ഹാർഡ് കോർ ആയിരുന്നെങ്കിൽ എപ്പോൾ ചത്തെന്ന് ചോദിച്ചാൽ മതി. എൻ്റെ പൂനോ നിരന്ന് കിടക്കുന്നത്. ഡയമണ്ടും കൂടെ കിട്ടിക്കഴിഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് ഹാപ്പിയായി. എന്തൊക്കെയായാലും ഇന്നത്തെ എപ്പിസോഡ് ഹാപ്പിയായി. കാരണം ഒരുപാട് അയൺ കിട്ടി ഗൈസ്. നമുക്കിനി ഇഷ്ടം പോലെ നമുക്ക് അയൺ വെച്ചാണെങ്കിൽ കുളിക്കാം. ഉണ്ടാ വീണ്ടും ഈ മൈൻ ഷാഫ്റ്റ് വന്നാൽ എനിക്ക് ഇഷ്ടം പോലെ അയൺ കിട്ടും ഗൈസ്. അതാണ് ഒരു പ്രത്യേകത. എത്ര അയണോ. അയൺ കുഴിച്ച് എൻ്റെ ഈ പിക്കാക്സ് കിട്ടും മിക്കവാറും. ഇതാ അടുത്ത അയൺ. ഇനി നമുക്ക് അയൺ എടുക്കണോ ഗൈസ്? കണ്ട എടുത്തേക്കാം. ഇത് മറ്റേ ലൂപ്പ് കണക്കാ. വഴിയെല്ലാം വരുന്ന വഴിയെല്ലാം ചിലപ്പോൾ മറന്നു. എടുക്കണം. എടുത്തേക്കാം. ലാപ്പിസ് എടുക്കണമെങ്കിൽ അയണിന്റെ എൻ്റെ അയണിന്റെ പിക്കാക്സ് എന്തേ? കോപ്പർ വെച്ചെടുക്കാൻ പറ്റൂലല്ലോ ലാപ്പിസ്. പറ്റുമോ? എന്തൊക്കെയാണ് അയണിന്റെ പിക്കാക്സ് ആണ്. ഇല്ല കേട്ടോ. നമ്മൾ വന്ന വഴി കൂടെ ഇതായിട്ട് സ്പൈഡറിനെ ഒന്നും കണ്ടില്ലല്ലോ. ഇത് സ്പൈഡറൊക്കെ എവിടെ പോയോ? സൗണ്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ പോനെ ഇത്ര ആയെന്ന് വെച്ചിട്ട് എന്തോ ചെയ്യാനാണ്. കിട്ടുന്നില്ലെങ്കിൽ എടുത്തേക്കാം. അടുത്തത് വന്ന വഴി ഇത് തന്നെയാണല്ലോ അല്ലേ? നിങ്ങൾ തന്നെയാണ്. ഇത്രയും ഡീപ് സ്ലേറ്റിലേക്ക് എത്തിയാ? ഗോൾഡ്. കോപ്പർ വെച്ചെടുക്കാൻ പറ്റൂലല്ലോ അല്ലേ? പറ്റൂല. നമുക്കതുകൊണ്ട് ഇതുകൊണ്ടാണ് ഈ ഫർണസ് ഉണ്ടോന്ന്. നമുക്ക് നൈസിനൊരു പിക്കാക്സ് അങ്ങ് ഉണ്ടാക്കാം.
വുഡും കൊണ്ടുവന്നില്ലല്ലോ. ആ കോളുണ്ട്. കുറച്ച് ഡീപ് സ്റ്റേറ്റും കൊണ്ടും കളക്ട് ചെയ്യുന്നു. അയ്യൻ ചോര കുഴിക്കുന്ന ഓരോ സ്ഥലത്തും ഓരോ അയണം. എന്തൊക്കെയായാലും നമ്മളെല്ലാം എടുത്തിട്ടേ പോവും. ഇനിയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് കോളില്ല. കോൾ നമുക്ക് ഒട്ടും കിട്ടിയിട്ടില്ല. നമുക്ക് അയണും ഗോൾഡും കിട്ടി. പക്ഷെ നമുക്ക് ഡയമണ്ട് അല്ല, കോള് നമുക്ക് കിട്ടിയിട്ടില്ല. ഓനോ, അയ്യോ വുഡില്ല. ആ നിനക്ക് വുഡ് ഉണ്ടാക്കാൻ ഒരു സിമ്പിൾ വഴിയുണ്ടല്ലോ. വുഡ് ഉണ്ടാക്കാനുള്ള സിമ്പിൾ വഴി മൈൻ ഷാഫ്റ്റിൽ തന്നെ ഇല്ലേ ഗൈസ് വുഡ്. ഇത്രയും പുതിയ കാർ കൊണ്ട് രണ്ടെണ്ണം മതി. ഇനി ഇത് വെച്ചിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കാം. ഭാഗ്യം തന്നെ നമ്മളെ മൈൻ ഷാഫ്റ്റി വന്ന് വീണത്. അല്ലെങ്കിൽ നമ്മൾ ഓക്കെ സെറ്റ്. ഈ ഗോൾഡ് വെച്ചിട്ടൊരു ഉപയോഗം വല്ലതും ഉണ്ടെന്ന് വെച്ചാൽ ഉപയോഗമൊന്നുമില്ല. ഞാനൊന്ന് എടുത്തേക്കാം. ഗോൾഡൻ ആപ്പിളൊക്കെ ഉണ്ടാക്കാനുള്ള ഉപയോഗം. ഈ ഗോൾഡിൻ്റെ ടൂൾസൊക്കെ ഗൈസ് വൺ ഷോക്കാ. കാരണം പെട്ടെന്ന് പൊട്ടിപ്പോക്കോളും. നല്ല സ്പീഡൊക്കെയാണ്, എന്നാലും പക്ഷെ പെട്ടെന്ന് പൊട്ടിപ്പോകും ഗൈസ്. അതാണ് കുഴപ്പം. തിരിച്ചങ്ങ് വീട്ടിൽ പോയാലാ? മറന്ന് കറങ്ങണോ? അത് നമ്മൾ വന്ന വഴിയാണോ? ആ ഇവിടെ ഒരു സ്പോണർ ഉണ്ടേ. സ്പോണർ നമുക്ക് മാക്സിമം എടുക്കാൻ നോക്കാം. പൊട്ട് ഓക്കെ, സ്പൈഡർ സ്പോണറാ. ഉടലെ നിറയെ കൈകളുള്ള ഭീകര സത്വമായി സുഭദ്ര. എന്റെ പൊന്നെ ഗായ്സ്, എനിക്ക് ഒന്നും ഓർമ്മയില്ല. ഞാൻ ഇപ്പൊ ചത്തന. എന്റെ പൊന്നു, ഇതെന്തുവായിരുന്നടേ അത്? സ്കെൽട്ടൻ ഒരു സ്പൈഡറിന്റെ മണ്ടേ. സ്പൈഡർ പിന്നെ വേറെ സ്പൈഡർ അല്ലാതെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? എത്രയാണെന്നും വേണ്ട എനിക്ക്. അയ്യോ പ്ലീസ്, മതി ഇത്രയും മതി. അവിടെ ഈ മൈൻ ഷാഫ്റ്റ് ഒരുപാട് കിടക്കുന്നുണ്ട് അങ്ങോട്ട്. എനിക്ക് ഇത്രയൊന്നും എനിക്ക് എടുക്കാനുള്ള ത്രാണിയൊന്നും ഇല്ല. നമുക്ക് വേഗം പോവാൻ തിരിച്ച്. ഏത് വഴിയാ വന്നത്? നമ്മൾ ഈ വഴി വന്നായിരുന്നു. ആ ഈ വഴി വന്നു. പിന്നെ ആ കിട്ടി സ്ഥലം കിട്ടി. ഓക്കെ ഗൈസ്, നമ്മളപ്പം നമ്മൾ ഇന്നത്തെ നമ്മൾ ഇവിടെ വെച്ച് നിർത്താണ്. നോക്ക് ഗൈസ്, എത്ര അയണെന്ന് നോക്ക്. എത്ര അയൺ നോക്കൂ, താഴേക്ക് നോക്കൂ ഗൈസ്. അതുകൊണ്ട് എത്ര അയൺ വേണം? എന്താ 7 അയൺ? 7 അല്ലേ? 64 അയൺ ഗൈസ്, 64 അയൺ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അയണ്, ഗോൾഡ്, ലാപ്പിസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ആരും പേടിക്കേണ്ട. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത എപ്പിസോഡ് നല്ല പവറായിട്ട് തിരിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇറ്റ്സ് മീ ആൻഡ് മീ ബ്രോ, പീസ് ഔട്ട്.